കേരളത്തിലെ ഇന്നത്തെ ബ്രേക്കിംഗ് ആയിട്ടുള്ള വാർത്തയാണ് PV അൻവർ അറസ്റ്റിലായ എന്ന വാർത്ത. എല്ലാ ചാനലുകളും ഇപ്പോൾ ഈ ഒരു അറസ്റ്റ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഇപ്പോൾ അൻവറിന് നേരെ ഉണ്ടായിരിക്കുന്ന ഈ ഒരു അറസ്റ്റ്? എന്തൊക്കെ കേസുകളാണ് അൻവറിന് എതിരെ ചുമത്തിയിരിക്കുന്നത്? അൻവറിന് നേരെ ഉണ്ടായിരിക്കുന്ന ഈ അറസ്റ്റ് അൻവറിന്റെ രാഷ്ട്രീയ ജീവിതം താറുമാറാക്കുമോ? തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഏവർക്കും ടോക്ക് സ്പേസിലേക്ക് സ്വാഗതം. ആദിവാസിയായ മണി എന്ന യുവാവിനെ ഉൾവനത്തിൽ വെച്ച് കാട്ടാന ചവിട്ടിക്കൊന്നതിനെ തുടർന്ന് നോർത്ത് DFO ഓഫീസ് ആക്രമിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓഫീസ് ആക്രമിച്ച പോലീസിനെ നിലത്തിട്ട് ചവിട്ടുകയുണ്ടായി. അൻവർ സംഭവ സ്ഥലത്ത് ഇല്ലായിരുന്നു. പക്ഷെ അൻവറിന്റെ പ്രേരണയിലാണ് ആക്രമികൾ ഓഫീസ് ആക്രമിച്ചതെന്നാണ് റിപ്പോർട്ടുകളെല്ലാം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. 40 പേരടങ്ങുന്ന സംഘം ആസൂത്രണം ചെയ്താണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഏകദേശം 35,000 രൂപയുടെ നാശനഷ്ടങ്ങളാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ PV അൻവറിന് നേരിട്ട് ഈ ഒരു കേസുമായിട്ട് ബന്ധമില്ല. എങ്കിലും ആക്രമികൾ PV അൻവറിന്റെ പ്രവർത്തകരാണ് എന്നാണ് വാർത്തകൾ അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ പറയുന്നത്. മാത്രമല്ല, ഒരു ഗവൺമെന്റ് സ്ഥാപനമാണ് ആക്രമിച്ചിരിക്കുന്നത്. ഇതിപ്പോ താൽക്കാലികമായുള്ള അറസ്റ്റാണ് അൻവറിന് ഇപ്പം ലഭിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ജാമ്യം പെട്ടെന്ന് ലഭിക്കും എന്നുള്ള കുറെ കാര്യങ്ങളാണ് ഇപ്പം അൻവറിന്റെ അണികളാണെങ്കിലും അൻവർ ആണെങ്കിലും വിശ്വസിക്കുന്നത്. ഇതൊരു ഊരാക്കുരുക്ക് തന്നെയാണ് മുറുകിയിട്ടുള്ളത്. പെട്ടെന്ന് ഇതിൽ നിന്നും അൻവറിന് രക്ഷ നേടാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ തലയിൽ വന്ന് ചേരാൻ പോകുന്നത് ഒരുപാട് കേസുകളാകും. ഇതിനെല്ലാം അൻവർ മറുപടി നൽകേണ്ടിയും വരും. ഗവൺമെന്റ് ഓഫീസ് തല്ലി തകർത്തു എന്നതിനുപരി ഒരു പോലീസുകാരനെയാണ് അവിടെ ആക്രമിച്ചിരിക്കുന്നത്. അതൊരു കൊലപാതക ശ്രമം നടത്താൻ ശ്രമിച്ചു എന്ന രീതിയിൽ കേസുകൾ ചാർജ് ചെയ്യപ്പെട്ടേക്കാം. ഇതെല്ലാം സാധ്യതകളാണ്. കാരണം അൻവർ അകത്താകണമെന്ന് വലിയ രീതിയിൽ ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം തന്നെ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയെ പോലും വെല്ലുവിളിയാകാൻ ഈ കേസിന് സാധിക്കും. DFO ഓഫീസിന് നേരെ അൻവറിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത് കേരളക്കാരെ മൊത്തം കണ്ടിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, അറസ്റ്റിലായ ആക്രമികൾ അൻവറിനെതിരെ മൊഴി നൽകുകയും ചെയ്യും. ആക്രമികൾ ആരുമായിക്കോട്ടെ, ഇവിടെ അൻവർ അറസ്റ്റിലാകണം എന്നുള്ള ആരുടെ ലക്ഷ്യമായിരുന്നോ അത് നടന്നു കഴിഞ്ഞു. അൻവറിന്റെ രാഷ്ട്രീയ ജീവിതം ഇല്ലാതാക്കണമെന്ന് ആരുടെ ലക്ഷ്യമാണോ അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ അൻവറിന് നേരെ വിരിച്ച വല പെട്ടെന്ന് ഇറങ്ങിപ്പോരാൻ പറ്റുന്ന ഒന്നല്ല. തെളിവുകളും സാക്ഷികളും അൻവറിന് എതിരാകും. മാത്രമല്ല, പെട്ടെന്ന് ജാമ്യം കിട്ടി പോരുന്ന ഒരു കേസുമല്ല ഇത്. ഈ കേസിൽ അൻവറിന് ശിക്ഷ ലഭിച്ചാൽ പിന്നെ നിലമ്പൂർ ഇലക്ഷനിൽ മത്സരിക്കാൻ സാധിക്കില്ല അൻവറിന്. അതോടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം നിശ്ചലമാകും. ഇത്തരത്തിലുള്ള മാർച്ചുകൾ നടത്തുമ്പോൾ അൻവർ കുറച്ചുകൂടി ജാഗ്രത പാലിക്കണമായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ തകർച്ച ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം, ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെയുണ്ട്. അദ്ദേഹം ചെയ്ത കാര്യം ശരിയോ തെറ്റോ എന്തോ ആയിക്കോട്ടെ, അദ്ദേഹം ഒരു പ്രതിഷേധ മാർച്ചാണ് നടത്തിയത്. മലയോര മേഖലകളിൽ സ്ഥിരമായിട്ട് നേരിടുന്ന ഒരു വിഷയം തന്നെയാണ് ആന എന്നുള്ള വിഷയം. പക്ഷെ ഇവിടെ ഉൾവനത്തിൽ വെച്ചാണ് ആ യുവാവ് കൊല്ലപ്പെടുന്നത്. ആന ജനവാസ മേഖലയിൽ ഇറങ്ങി ഉപദ്രവിച്ച സംഭവമല്ല ഇത്. അതുകൊണ്ട് തന്നെ വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിന് ഇതിൽ ഉത്തരം പറയാൻ സാധിക്കില്ല. കാരണം അവർക്ക് പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ സർക്കാരിന് ഖേദം പ്രകടിപ്പിക്കാം, അല്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകി ആ ഒരു കുടുംബത്തെ, മരിച്ച ആളുടെ കുടുംബത്തെ ആശ്വസിപ്പിച്ച് അവർക്കൊപ്പം നിൽക്കാം. ഇതിന് ഒരു നടപടി എടുക്കണമെങ്കിൽ ആന ജനവാസ മേഖലയിൽ ഇറങ്ങി ആക്രമിച്ചിരുന്നുവെങ്കിൽ ഉത്തരം പറയേണ്ടി വരുമായിരുന്നു. ഈ പറയുന്ന വൈൽഡ് ലൈഫിനാണെങ്കിലും അല്ലെങ്കിൽ ഗവൺമെന്റിനാണെങ്കിലും ഉത്തരം തീർച്ചയായിട്ടും പറയേണ്ടി വന്നു. ഇവിടെ അൻവർ മാർച്ച് നടത്തിയത് ഒരു തെളിവാണ്. അതിൽ നിന്നും അദ്ദേഹത്തിന് ഊരിപ്പോരാൻ സാധിക്കില്ല. മാത്രവുമല്ല, അൻവർ ഓഫീസിൽ ഇല്ലായിരുന്നു എന്ന് കരുതിയ അണികൾ അല്ലെങ്കിൽ ആക്രമികൾ അൻവറിനെതിരെ മൊഴി രേഖപ്പെടുത്തിയാൽ ഇവിടെ ജാമ്യം കിട്ടാൻ അൻവറിന് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒന്നാണ്. പോരാത്തതിന് ആക്രമിച്ചതും ആക്രമിക്കപ്പെട്ടതും ഗവൺമെന്റിന്റെയാണ്. അതായത് ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനമാണ് ആക്രമിക്കപ്പെട്ടത്, ഗവൺമെന്റിന്റെ ഒരു ഉദ്യോഗസ്ഥനാണ് ആക്രമിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഊരിപ്പോരുക പ്രയാസകരമാണ്. എന്തായാലും വരും നാളുകളിൽ അൻവറിന് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം.